പീരുമേട് പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റം ജില്ലാ കളക്ടർക്കും റവന്യൂ വകുപ്പിനുമെതിരെ പീരുമേട് പഞ്ചായത്ത് ഭരണസമിതി. കയ്യേറ്റം എന്ന പേരിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഭൂപ്രശ്നം സങ്കീർണമാക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ അധികൃതരുടെ ഗൂഢനീക്കമാണ് ഇപ്പോൾ പരുന്തുംപാറയിൽ നടന്നുവരുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ MJ തോമസ് എന്നിവർ ആരോപിച്ചു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദപ്പെട്ട ജീവനക്കാർ അവരുടെ ജോലിയിൽ കാണിച്ചിട്ടുള്ള അലംഭാവം, ഫയലുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിനകത്ത് കാണിച്ചിട്ടുള്ള അലംഭാവം ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മേലെ കെട്ടിവയ്ക്കുന്ന ശ്രമമാണ് ഈ ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടം ഇപ്പോൾ നടപ്പാക്കുന്നത്. ഈ റിപ്പോർട്ടിനകത്ത് ഒരിടത്തും നിങ്ങൾക്ക് ആർക്കും, നിങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരാണ്, നിങ്ങളെല്ലാം ഇത് കണ്ടിട്ടുണ്ടാവാം. ആ റിപ്പോർട്ടിനകത്ത് ഒരിടത്തും വ്യാജ പട്ടയം തയ്യാറാക്കിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, 5 ഏക്കർ വരെ കൈവശം വെച്ചിട്ടുള്ള ആളുകളുണ്ട്. ആ 5 ഏക്കർ കൈവശം വെച്ചിട്ടുള്ള ആളുകൾ വ്യാജമായി പട്ടയം ഉണ്ടാക്കിയതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. വ്യാജമായി പട്ടയം ഉണ്ടാക്കിയതായിട്ട് ഈ റിപ്പോർട്ടിനകത്തോടൊപ്പം പറയുന്നില്ല. ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിനകത്തോടൊപ്പം പറയുന്നില്ല. പട്ടയത്തിന്റെ അളവ് ഞാൻ പറഞ്ഞു 441 534 ഇപ്പോൾ പട്ടയം ലഭിച്ചിട്ടുള്ളതല്ല. ഈ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ആളുകളെല്ലാം 5 ഏക്കറിൽ താഴെ പട്ടയം ലഭിച്ചിട്ടുള്ളതിൽ നിന്ന് കൈമാറി വാങ്ങിച്ചിട്ടുള്ള ആളുകളുമാണ്. പ്രദേശത്തെ 2 നമ്പറുകളിൽ ഉൾപ്പെട്ട വസ്തു ഉടമസ്ഥത സംബന്ധിച്ച് ഭൂരേഖകൾ പരിശോധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്ന നടപടികൾ പ്രദേശവാസികളെ വലിയ തോതിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. പരുന്തുംപാറയുടെ സമീപ പ്രദേശങ്ങളിലെ പട്ടയഭൂമിയിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് 1ഉം 2ഉം തവണയായി റവന്യൂ അധികാരികൾ നോട്ടീസ് നൽകി. നോട്ടീസിന് ആദ്യം സമർപ്പിച്ച രേഖകൾ പോരെന്ന് പറഞ്ഞ് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 2100 തണ്ടപ്പേരുകളിലായാണ് പ്രദേശത്ത് ഭൂമിയുള്ളത്. ഇതിൽ 900 പേർക്ക് മാത്രമാണ് നാളിതുവരെ നോട്ടീസുകൾ നൽകിയിട്ടുള്ളത്. ഇതിൽ തന്നെ 200 വസ്തു ഉടമകൾ മാത്രമാണ് ഇതിനകം രേഖകൾ ഹാജരാക്കിയിട്ടുള്ളത്. ഇതുവരെ നൽകിയ 200 പേരുടെ രേഖകൾ പൂർണ്ണ പരിശോധനയ്ക്ക് ഇനിയും ഉദ്യോഗസ്ഥർ വിധേയമാക്കിയിട്ടില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.